ഭാവനകളെ യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യൻ ഫിൻടെക് വിപ്ലവത്തിന്റെ മുഖമായ ക്രെഡ് സ്ഥാപകൻ കുനാൽ ഷാ വാട്സാപ്പിന്റെ ആഗോള അമരക്കാരനായി എത്തുമ്പോൾ അതിനേറെ സവിശേഷതകളുണ്ട്. വാട്സാപ്പിന്റെ തലപ്പത്തേക്ക് ഒരു ഇന്ത്യൻ സംരംഭകൻ നിയോഗിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യം. വാട്സാപ്പിന്റെ മാതൃ കമ്പനിയായ മെറ്റ ക്രെഡിൽ $900 ദശലക്ഷം നിക്ഷേപം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നിർണായക നിയമനം. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയവയുടെ തലപ്പത്ത് ഇന്ത്യൻ വംശജർ എത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷത്തിൽ വളർന്ന് വിജയം വരിച്ച ഒരു സംരംഭകൻ ഇത്രയും വലിയൊരു ആഗോള പ്ലാറ്റ്ഫോമിന്റെ നേതൃനിരയിൽ എത്തുന്നത് ആദ്യം. വെറും ഒരു സന്ദേശവിനിമയ സംവിധാനം എന്നതിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മാന്ത്രികതയും ഡിജിറ്റൽ പേയ്മെന്റുകളുടെ സൗകര്യവും സമന്വയിപ്പിച്ച് വാട്സാപ്പ് പുതിയ യുഗത്തിലേക്ക് ചുവടുവെക്കുമ്പോഴാണ് കുനാൽ ഷായുടെ രംഗപ്രവേശം. സിലിക്കൺ വാലിയുടെ ചട്ടക്കൂടുകളിൽ നിന്നല്ലാതെ ഇന്ത്യയുടെ തനത് സ്റ്റാർട്ടപ്പ് മണ്ണിൽ വേരൂന്നി വളർന്ന ഒരു പ്രതിഭയുടെ പുതിയ സ്ഥാനാരോഹണം ഇന്ത്യൻ സംരംഭകത്തിന് ലഭിച്ച വലിയ അംഗീകാരം കൂടിയാണ്. തത്വചിന്തയിൽ നിന്ന് സാങ്കേതിക വിദ്യയുടെ സിംഹാസനത്തിലേക്കെന്ന് കുനാൽ ഷായുടെ യാത്രയെ നമുക്ക് വിശേഷിപ്പിക്കാം. പരമ്പരാഗതമായ IIT, IIM ബിരുദങ്ങളുടെ തിളക്കമില്ലാതെ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പോരാടിയാണ് കുനാൽ ഷാ എന്ന പ്രതിഭ വളർന്നത്. മുംബൈയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം കോളേജിൽ തിരഞ്ഞെടുത്തത് തത്വശാസ്ത്രമായിരുന്നു. കുടുംബ ബിസിനസ് തകർന്നപ്പോൾ പകൽ മുഴുവൻ ജോലി ചെയ്യാനും പുലർച്ചെയുള്ള ക്ലാസുകളിൽ പങ്കെടുക്കാനുമായിരുന്നു അദ്ദേഹം ഈ വിഷയം തിരഞ്ഞെടുത്തത്. ജീവിതം പഠിപ്പിച്ച പാഠങ്ങളാണ് പിന്നീട് ടെക് ലോകത്തെ വിസ്മയിപ്പിച്ച തന്ത്രങ്ങളായി മാറിയത്. 2010 മൊബൈൽ റീചാർജ് പ്ലാറ്റ്ഫോമായ ഫ്രീ ചാർജ് സ്ഥാപിച്ചുകൊണ്ടാണ് കുനാൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് രംഗത്ത് ശ്രദ്ധേയനാകുന്നത്. പിന്നീട് 2015 ഈ കമ്പനിയെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ സ്നാപ്ഡീൽ സ്വന്തമാക്കി. തുടർന്ന് വൈ കോമ്പിനേറ്റർ, സെക്വോയ ക്യാപിറ്റൽ തുടങ്ങിയ ആഗോള വെഞ്ചർ ഫണ്ടുകളുടെ ഉപദേശകനായി പ്രവർത്തിച്ച അദ്ദേഹം 2018 ക്രെഡ് സ്ഥാപിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുന്നവർക്ക് റിവാർഡുകൾ നൽകുന്ന വ്യത്യസ്തമായ ബിസിനസ് മോഡലിലൂടെ ക്രെഡ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഫിൻടെക് ബ്രാൻഡുകളിൽ ഒന്നായി മാറി. നിലവിൽ $4.5 ബില്യൺ മൂല്യമുള്ള ക്രെഡ് അതിന്റെ സർഗാത്മകവും ആകർഷകവുമായ പരസ്യങ്ങളിലൂടെയും വേറിട്ട ബിസിനസ് ശൈലിയിലൂടെയും ചുരുങ്ങിയ കാലം കൊണ്ടാണ് ജനഹൃദയങ്ങൾ കീഴടക്കിയത്. വളർച്ചയുടെ ഘട്ടങ്ങളിൽ ലാഭക്ഷമതയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അചഞ്ചലമായ വീര്യത്തോടെയാണ് കുനാൽ ഷാ മുന്നേറിയത്. കേവലം പേയ്മെന്റ് ബിസിനസ്സിനപ്പുറം ഉപഭോക്തൃ പെരുമാറ്റത്തെയും അവരുടെ ആവശ്യങ്ങളെയും കൃത്യമായി വായിച്ചെടുക്കാനുള്ള കുനാൽ ഷായുടെ അസാധാരണമായ കഴിവിനെയാണ് മെറ്റ തിരിച്ചറിഞ്ഞത്. പുതിയവ നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ അപാരമായ കഴിവും ആഗോള വീക്ഷണവുമാണ് ഈ പദവിക്ക് അദ്ദേഹത്തെ അർഹനാക്കിയതെന്ന് മെറ്റ CEO മാർക്ക് സക്കർബർഗ് പ്രശംസിച്ചു. വാട്സാപ്പിന്റെ ഏറ്റവും വലിയ വിപണിയായ ഇന്ത്യയിൽ കുനാൽ ഷായ്ക്കുള്ള പരിചയസമ്പത്ത് കമ്പനിക്ക് വലിയ രീതിയിൽ തുണയാകും. തുടക്കം മുതൽ സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക വിദ്യയുടെ ആഭിമുഖ്യമുള്ള ഒരു പ്രത്യേക വിഭാഗത്തെയാണ് കുനാൽ ഷാ ക്രെഡിലൂടെ കൈകാര്യം ചെയ്തത്. എന്നാൽ ഭാഷയും അതിരുകളുമില്ലാതെ ലോകത്തിലെ 300 കോടിയിലധികം വരുന്ന സാധാരണക്കാരായ മനുഷ്യർ ഉപയോഗിക്കുന്ന വാട്സാപ്പിനെ നയിക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പരീക്ഷണമായിരിക്കും. റെഗുലേറ്ററി സങ്കീർണതകളെ ഉത്പന്നത്തിന്റെ ഭംഗിയുമായി സമന്വയിപ്പിക്കാൻ അപൂർവമായ കഴിവുള്ള ഈ ഇന്ത്യൻ പ്രതിഭയുടെ കൈകളിൽ വാട്സാപ്പിന്റെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന് ടെക് ലോകത്തെ പ്രമുഖർ വിലയിരുത്തുന്നത്. ആഗോള ടെക് ഭൂപടത്തിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യവും മാനവ വിഭവശേഷിയും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുനാൽ ഷാ എന്ന ദീർഘദർശിയായ സംരംഭകൻ പുതിയൊരു ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്.